ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ കടുത്ത ആക്രമണം. സൈപ്രസ് പതാകയേന്തിയ GFS ഗാലക്സി എന്ന കണ്ടെയ്നർ കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ നാവികരിൽ 10 പേരെയും ഒമാൻ സുരക്ഷാ സേനയും അധികൃതരും ചേർന്ന് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഒരു ഇന്ത്യൻ നാവികനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കാണാതായ ഈ ഇന്ത്യൻ പൗരനായി ഒമാൻ അധികൃതരുടെ നേതൃത്വത്തിൽ കടലിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. അടിയന്തരമായി ഈ മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒമാൻ തീരത്തു നിന്നും ഏകദേശം 17 കിലോമീറ്റർ കിഴക്കുമാറി ഹോർമുസ് കടലിടുക്കിന് സമീപമാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ ആക്രമണത്തിന് പിന്നിൽ. ആക്രമണത്തെ തുടർന്ന് GFS ഗാലക്സി കപ്പലിന്റെ എഞ്ചിൻ റൂമിന് കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കപ്പലിൽ വലിയ തോതിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് കപ്പൽ പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. തീ പടർന്നതോടെ ജീവനക്കാർക്ക് കപ്പൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ബ്രിട്ടീഷ് മാരിടൈം ഏജൻസിയായ UKMTO വ്യക്തമാക്കുന്നത് ജീവനക്കാർ ലൈഫ് ബോട്ടുകളിലാണ് കപ്പലുകളിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷത്തിന്റെ തുടർക്കഥയാണ് ഈ സംഭവമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ ആഴ്ചയിൽ മാത്രം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്കൻ സേന മേഖലയിൽ 300-ലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ ഹോർമുസ് ഇടുക്ക് അടച്ചിടുമെന്ന് പ്രഖ്യാപിച്ചതും പിന്നാലെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചതും. ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട കപ്പൽ അകപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പുറപ്പെടുവിച്ച ഔദ്യോഗിക പ്രസ്താവനയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ GFS ഗാലക്സിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നു. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൗരന്മാരിൽ 10 പേരെ ഇതിനകം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒമാൻ അധികൃതർ നൽകിയ അടിയന്തര പിന്തുണയ്ക്ക് ഇന്ത്യ നന്ദി അറിയിക്കുന്നു. ഇന്ത്യൻ എംബസി മസ്കറ്റിൽ വെച്ച് ഒമാൻ ഉദ്യോഗസ്ഥരുമായും കപ്പൽ കമ്പനിയുടെ മാനേജ്മെന്റുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. കാണാതായ നാവികനെ കണ്ടെത്തുക എന്നതിലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മുൻഗണന. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വാണിജ്യ കപ്പലുകളെയും സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണം. ലോക വ്യാപാരത്തിന്റെ സുപ്രധാന നാഡിയായ ഈ ജലപാതയിലൂടെ തടസ്സമില്ലാത്ത കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആവശ്യമാണെന്നും ഇന്ത്യ ഓർമ്മിപ്പിക്കുന്നു. ആഗോള പ്രത്യാഘാതങ്ങൾ ഹോർമുസ് ഇടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെയും പ്രത്യേകിച്ച് ഇന്ധന വിപണിയെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഇപ്പോൾ ശക്തമാണ്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന അസംസ്കൃത എണ്ണയുടെ വലിയൊരു ശതമാനവും കടന്നുപോകുന്നത് ഈ മേഖലയിലൂടെയാണ്. മെയ് മാസം മുതൽ ഇതുവരെ 800-ലധികം വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിത പാതയൊരുക്കാൻ അമേരിക്കൻ സേനയ്ക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അമേരിക്ക ഇറാൻ സമാധാന ധാരണകൾ തകർന്ന പശ്ചാത്തലത്തിൽ ഒമാൻ കടലിടുക്കിലെ സുരക്ഷ വീണ്ടും ചോദ്യചിഹ്നമാവുകയാണ്. ഈ സംഘർഷം നീണ്ടുപോയാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. രക്ഷപ്പെടുത്തിയ 10 ഇന്ത്യൻ നാവികരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ മസ്കറ്റിലെ ഇന്ത്യൻ എംബസി ആരംഭിച്ചു കഴിഞ്ഞു. കാണാതായ ഒരു നാവികന് വേണ്ടിയുള്ള തിരച്ചിൽ ഒമാൻ സേനയുടെയും തീരസംരക്ഷണ സേനയുടെയും ആഭിമുഖ്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ്.